അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫോട്ടോ. എങ്ങനെ നമുക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഇത്തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സമയം കളയാൻ തന്നെ നേരെ വീഡിയോയിലോട്ട് അങ്ങ് കിടന്നേക്കും. സ്വീകരിച്ചാൽ നമുക്ക് നമ്മുടെ ഒരു ടീൽ ഓറഞ്ച് ലുക്കിലേക്ക് നമ്മളെ ഫോട്ടോ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായി തന്നെ ആദ്യമായി തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ നിങ്ങൾ ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ ലൈറ്റ് റൂമിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ ഫോണിൽ 7+ ഉപയോഗിച്ചെടുത്ത ഒരു പോർട്രേറ്റ് ഇമേജാണ്. അപ്പോൾ ഈ ഫോട്ടോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്താ പാട്, ഉഷാറായിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക. പോരാന്നുണ്ടെങ്കിൽ പോരാൻ തന്നെ കമൻറ്റ് ചെയ്തോളൂ, യാതൊരുവിധ പ്രശ്നമില്ല. അതുകൊണ്ടൊന്നും നമുക്കൊരു വിഷയം വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നേക്കാം. അപ്പോൾ ഫസ്റ്റായി തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, ലൈറ്റ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് കുറക്കാം. ഓക്കെ, പിന്നെ കോൺട്രാസ്റ്റ് ഞാനൊരു ജസ്റ്റ് കുറക്കുകയാണ്. ഹൈലൈറ്റ്സ് അത്ര വേണ്ട, ഒരു -29. ഷാഡോസ് നമ്മളൊരു 17. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വൈറ്റ്സും ബ്ലാക്ക്സും നമ്മൾ കുറക്കണം, ഒരു -17 ആ റേഞ്ചിൽ. ഓവറാക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ്. ഈ സിമ്പിൾ പരിപാടി കേട്ടോ, അത്ര ആർക്കും ചെയ്യാം, വളരെ ഈസി ആയി തന്നെ. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് കളർ കറക്ഷൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ താഴെ തന്നെ നമുക്ക് ഇവിടെ ഒരു കളറിൻ്റെ ചിഹ്നം കാണാം, ഒരു ടെമ്പറേച്ചറിൻ്റെ ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിലായി തന്നെ ഒരു റൗണ്ട് കാണാൻ സാധിക്കും. അതായത് കളർ മിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് നിങ്ങളുടെ ഫോൺ സ്ട്രൈറ്റിലാണ് പിടിക്കുന്നതെങ്കിൽ അവിടെ മിക്സ് എന്നൊക്കെ എഴുതി കാണിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഞാനിങ്ങനെ പോർട്രേറ്റിലല്ല, ഞാൻ ലാൻഡ്സ്കേപ്പിലാണ് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു വട്ടത്തിലൊരു ഐക്കൺ കാണാൻ സാധിക്കും, നമുക്ക് ഒരു കളറിൻ്റെ ഒരു ഐക്കൺ. അതിൽ ക്ലിക്ക് ചെയ്യുക, കളർ മിക്സ് എന്ന് പറയും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റായി തന്നെ നമ്മളിവിടെ ഓരോ കളർ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ ഫോട്ടോയിലുള്ള ഓരോ കളറും നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതുപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പല രീതിയിലുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്യാം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ എഡിറ്റ് ചെയ്ത ഒരു എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി നമ്മൾ ഗ്രീൻ സെലക്ട് ചെയ്യുക. ഗ്രീൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് അതായത് ഹ്യൂ കാണാൻ സാധിക്കും, അതുപോലെ തന്നെ സാറ്റുറേഷൻ കാണാൻ സാധിക്കും, ലൂമിയൻസ് കാണാൻ സാധിക്കും. അങ്ങനെ 3 ടാബാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതിൽ ഹ്യൂ നിങ്ങൾ പക്ക -100 ആക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ തന്നെ നിർത്തി, അതായത് ഫോട്ടോ സേവ് ചെയ്ത് പോകാൻ തോന്നുന്നുണ്ട്, അമ്മായി ലുക്ക് ആയിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് യെല്ലോ കളർ കാണാം. യെല്ലോ കളർ ക്ലിക്ക് ചെയ്യുക. അതേമാതിരി തന്നെ -100. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു വേറെ ലെവലായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു ബ്ലൂ കളർ കാണാൻ സാധിക്കും. ആ ബ്ലൂ കളർ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹ്യൂ -100 ആക്കുക. ഇനി നമ്മൾ സാറ്റുറേഷൻ കുറക്കാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള 2 കളർ സാറ്റുറേഷൻ ഫുള്ള് കുറക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓറഞ്ച് കളർ, അതായത് ഓറഞ്ച് കളറുമ്പോൾ കളിക്കുമ്പോൾ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഡൂക്കിൻ്റെ ഈ കളർ ഓറഞ്ചാണ്. അപ്പോൾ അത് പറ്റ ബോറാവും. എല്ലാം ഒന്നും കൂട്ടുന്നില്ല, നൈസായിട്ട് നമുക്കൊന്ന് ലൂമിയൻസ് ഒന്ന് കൂട്ടാം. ലൂമ കളിച്ച് കഴിഞ്ഞാൽ കണ്ട ഡൂക്കിൻ്റെ കളർ മാറണണ്ട, അതുകൊണ്ട് അതുമ്പോൾ കളിക്കണ്ട. ജസ്റ്റ് നമുക്ക് കളർ, നിങ്ങളെ പിക്കിൽ കളർ കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കളർ കൂട്ടണുള്ളൂ, ഓവറാക്കുന്നില്ല. ഓക്കെ, നൈസായിട്ട് കളർ കുറക്കാം, അതാണ് നല്ലത്. ഓക്കെ, ഇനിയിപ്പോൾ റെഡുമലും ഞാൻ ഒന്നും കാട്ടുന്നില്ല, അതായത് അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ കളറായ കാരണം ഞാൻ എല്ലാം കളിക്കണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്ക് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ബാക്കിലോട്ട് വന്നാൽ ആ ടംബ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ടംബിൽ നമ്മൾ ജസ്റ്റ് ഒരു +10 കൊടുക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് താഴോട്ട് വന്നാൽ നമുക്ക് സാറ്റുറേഷന് തൊട്ട് മുകളിലായി തന്നെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ജസ്റ്റ് +10. ഓക്കെ, ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ, ആദ്യമുള്ള ഫോട്ടോ ഇതായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിലേക്ക് എഡിറ്റ് ചെയ്ത് ഈസി ആയി തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫോട്ടോക്ക് ഇത്തരത്തിലുള്ള ലുക്ക് നൽകാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ എഡിറ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വരും വീഡിയോയിൽ എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് എനിക്ക് മറ്റു വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ കൂടുതലൊരു പ്രചോദനമാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഔട്ട്. ഞാൻ മർസൂഖ് അജ്സൽ.